നല്ലപോലെ ആസ്വദിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമ, വലിയ കൊച്ചു സിനിമയാണ് ഇത് പ്രേമലു. അപ്പൊ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇവിടെ വരാൻ സാധിച്ചതിലും ഇവിടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിലും ലുലു ഗ്രൂപ്പിനും ലുലു സെലിബ്രേറ്റിനും എന്റെ വളരെ നന്ദി. താങ്ക് യു എങ്ങനെയാണ് ആ ഒരു കോംബോ വർക്കൗട്ട് ആവുന്ന അറിയാനായിട്ട് നല്ല താല്പര്യമുണ്ട്. അല്ല, എന്നെ വിളിക്കുന്ന ഗിരീഷേട്ടനാണ്. അപ്പൊ ഗിരീഷേട്ടനായിരിക്കും അതിന് മറുപടി പറയാൻ കുറച്ചുകൂടി. ഓക്കെ അപ്പൊ എന്നാ പിന്നെ ഗിരീഷേട്ടൻ തന്നെ ചോദിക്കാം. ഗിരീഷേട്ടാ, അത് നമുക്ക് സിനിമയെ പറ്റി പറയാം. ഇവരൊക്കെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. റോംകോമാണ്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ എല്ലാ ബിസിനസ്സും. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാ ഫാമിലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. നല്ല മ്യൂസിക്കാണ്, എല്ലാവരും പോയി കാണുന്നു. ഞാനും ഇതിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇവരൊക്കെ പറഞ്ഞു നല്ല പടമാണ്, എല്ലാവരും കാണണം. സംഗീത് ഒരു എഡിറ്ററും കൂടിയാണല്ലേ? യെസ്. നിങ്ങൾ രണ്ടുമല്ലേ ഏറ്റവും കൂടുതൽ കോംബോ ഈ മൂവിയിൽ വരുന്നത്? നസ്ലിം കൂടിയാണ്. അപ്പൊ ഹൗ വാസ് ദാറ്റ്? ആ ഒരു ഷോസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു ഫീലൊക്കെ എന്തായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഓവറോൾ എക്സ്പീരിയൻസ്? എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആക്ച്വലി നസ്ലിന്റെ കൂടെ ഗിരീഷേട്ടൻ്റെ കൂടെ ഒക്കെ തണ്ണീർമത്തം തുടങ്ങി ഉണ്ടായിരുന്നു. തണ്ണീർമത്തിൽ ഞാൻ സ്പോട്ട് എഡിറ്ററായിരുന്നു. പിന്നെ ഇതിലേക്ക് വിളിച്ച ഗിരീഷേട്ടനാണ്. ഇവരൊന്നും പറയാത്ത എന്തെങ്കിലും ഇൻഫോർമേഷൻ പറയാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അതൊരു വിഷ്വലി ഭയങ്കര ഫ്രഷായി. ട്രെയിലർ കണ്ടിട്ടും കൂടുതലും എല്ലാവരും വിഷ്വൽസിനെ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോ പറഞ്ഞതുപോലെ തന്നെ ഫൺ ഉറപ്പായിട്ടും ഉണ്ടാവും. ഹൈദരാബാദ് ആണല്ലേ, അതുകൊണ്ടാണല്ലേ പ്രേമലു. ഓക്കെ, ഹൈദരാബാദ് സ്റ്റോറി പറഞ്ഞിട്ടാണ് മമിത ഗിരീഷേട്ടാണോ ഷാൻചേട്ടാണോ വിളിച്ചത്? ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാരാ പറഞ്ഞേ? ഇത് എവിടെന്നോ ഇൻഫർമേഷൻ ആണ്. അത്രയ്ക്ക് മിസ് ചെയ്തോ നമ്മുടെ ക്രൂ? എനിക്ക് കിട്ടിയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റ് ആയിരുന്നു പ്രേമലുവിൻ്റെത്. അപ്പം ഞങ്ങളെല്ലാവരും ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഒരു ഫാമിലിയെ പോലെയായിരുന്നു അവിടെ. കാരണം ഒന്നാമത് അന്യനാടാണ്, അവിടെ ഞങ്ങൾ മാത്രമേ മലയാളികളായിട്ടുള്ളൂ. അപ്പൊ എന്തെങ്കിലും മിണ്ടാനും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ആണ്. അപ്പം ഭയങ്കര ഫാമിലി ബോണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ 1.5 മാസത്തോളം അവിടെ നിന്നിട്ട് പെട്ടെന്ന് മാറിയപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗിരീഷേട്ടനെ വിളിച്ചിട്ട് ഞാൻ അറിഞ്ഞോ വിഷമം പറഞ്ഞു. മൂന്നാമതും ഗിരീഷേട്ടനോട് തന്നെ ആയിരുന്നു വളരെ സന്തോഷമുണ്ട്. അതിലുപരി ഭാവന സ്റ്റുഡിയോസ് ആയാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ മമിത പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും സെയിം അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചതൊക്കെ. അത് ഞങ്ങൾ 3 പേരും ഒരു അപ്പാർട്ട്മെന്റിൽ, അവർ 3 പേരും ഒരു അപ്പാർട്ട്മെന്റിൽ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരി തമാശയൊക്കെ ആയിരുന്നു. പടം കഴിഞ്ഞിട്ടും ഞങ്ങളെല്ലാവരും ഗെറ്റ് ടുഗെദറൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ പോയി തന്നെ കാണും. ഈ പറഞ്ഞതുപോലെ സിനിമ ഒരു റോംകോം ആണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗിരീഷേടി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെയേറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അതുണ്ട്. പിന്നെ ഭാവന സ്റ്റുഡിയോസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാണാതെ അല്ലെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും ഒരു കാമ്പിൽ അതിപ്പോൾ ഭാവന സ്റ്റുഡിയോസ് പോലെ വലിയൊരു പ്രൊഡക്ഷൻ അതിനെ ഏറ്റെടുത്ത് ചെയ്യില്ല എന്നുള്ളതും നമുക്ക് ഉറപ്പാണ്. അത് തന്നെയാണ് ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ആർട്ടിസ്റ്റ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും വിശ്വാസം അല്ലെങ്കിൽ ഒരു ഉറപ്പെന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാനിതിൽ ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ കൂടിയും ചെറിയ ക്യാരക്ടറാണെങ്കിലും വളരെ രസമുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ക്യാരക്ടറാണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു. എന്തായാലും ഈ സിനിമയിലേക്ക് വിളിച്ചതിൽ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഗിരീഷനും ഒരുപാട് നന്ദി. പിന്നെ ഈ പറഞ്ഞതുപോലെ സിനിമ ഒരു എൻ്റർടൈനറാണ്. തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. That's it. Thank you. Thank you so much. തണ്ണീർമത്തൻ ദിനങ്ങളോടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ്. തണ്ണീർമത്തനും സൂപ്പർ സെവനെ എനിക്ക് വലിയ ഇഷ്ടമുള്ള പടങ്ങളാണ്. തണ്ണീർമത്തൻ എനിക്ക് ഒരുപാട് ചിരിച്ചത്. അപ്പോഴേ ഗിരീഷ്
ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് നമ്മൾ പ്രൊഫഷണൽ തീരുമാനിക്കുകയും പുള്ളിയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പിന്നെ സൂപ്പർ ഷെയറിൽ ഒരു പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. കാരണം ഭയങ്കര രസമായിട്ട് കോമഡി ചെയ്യുന്ന ഒരാൾ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ പ്രധാനമായിട്ടും പുള്ളിയെ ഞങ്ങൾ വിളിക്കാനും പടം ചെയ്യിക്കാനുള്ള കാരണം പുള്ളിയുടെ കോമഡി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗിരീഷ് ഭയങ്കര വീടായിട്ടുള്ള സ്ഥലത്ത് നിന്ന്, ഭയങ്കര ഓഫായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഭയങ്കര ഗംഭീര കോമഡി കണ്ടെത്തുന്ന ആളാണ്. പടത്തിൽ കോമഡി ഉണ്ട്. അത് തന്നെയാണ് നമ്മളെ ഇതിലേക്ക് ആകർഷിച്ചത്. പിന്നെ ഗിരീഷേടി എന്നുള്ള പേര്. നസ്ലിൻ മമത ഭയങ്കര പുതിയ തലമുറയിൽ ഏറ്റവും ഗംഭീരമായിട്ട് വളർന്നു വരുന്ന രണ്ട് ആക്ടേഴ്സാണ്. അവരുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചത് ഭയങ്കര പ്രൗഡാണ്.